മര്യാദയോടെ എവിടെ കണ്ടാലും ഞാനത് വെരി ഗുഡ്. നിനക്കതൊക്കെ പറയാം. എന്റെ ശരീരം ആസകലം കലങ്ങിയിരിക്കുക. എനിക്ക് പരിചയമില്ലാത്ത വാക്കാണ് റോബർട്ട്. പെർഫോമൻസ് ആയിരുന്നു. എന്താ കഴിക്കേണ്ടത്? സ്ലൈസ് ചിക്കൻ വിത്ത് വെജിറ്റബിൾ ആൻഡ് മഷ്റൂം സൂപ്പ് 2, റോസ്റ്റഡ് ചിക്കൻ വിത്ത് പൈനാപ്പിൾ ആൻഡ് വെജിറ്റബിൾസ് 2 പ്ലേറ്റ്. അല്ലെങ്കിൽ വേണ്ട, 10 പ്ലേറ്റ് എടുത്തോളൂ. എനിക്കൊരു ലൈം ജ്യൂസ്. കേരളത്തിലെ ഫുഡ് ഇഷ്ടപ്പെട്ടിട്ട് ഇവിടെ ജീവിക്കുന്ന ഒരാളാണ് നമ്മുടെ പാരിസ് ലക്ഷ്മി. ഭയങ്കര സ്പോർട്ടീവ് ആണ്. ഡാൻസ് കളിക്കാൻ ഭയങ്കര അപ്പ ഡാൻസ് ചെയ്യും. അത് അറിയുന്നതുകൊണ്ടാണെന്നും കൂടി തോന്നുന്നു. എന്തായാലും ഇന്ന് നമ്മുടെ കൂടെ വൺസ് അഗൈൻ വി ഹാവ് പാരിസ് ലക്ഷ്മി വിത്ത് us. വെൽക്കം ടു ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ്, co-powered by Civics Kids Wear. So Lakshmi, you sat through one whole episode of കട്ടുറുമ്പ്. എങ്ങനെയുണ്ട് ഞങ്ങളുടെ കുട്ടികളൊക്കെ എങ്ങനെയുണ്ട്? How is their performance? പെർഫോമൻസ് നന്നായിട്ടുണ്ട്, ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു വളരെ ടാലന്റഡ് കിഡ്സ് ഉണ്ട് ഇവിടെ. പിന്നെ ദ തിങ് ഐ ലവ് അബൌട്ട് ദിസ് ഷോ, അങ്ങനെ ഒരു മാർക്സ് ഇല്ല. അത് വളരെ നല്ല കാര്യമാണ്. ഇറ്റ്സ് വെരി, അത് ഭയങ്കര മോട്ടിവേഷൻ ആണ്. അതെ അതെ, കുട്ടികൾക്ക് മാർക്ക് കൊടുത്ത് കുട്ടികള് സ്വന്തമായിട്ട് ഒരു സന്തോഷം വരുന്നുണ്ട്. ലൈക്ക് ദേ ആർ ഹാപ്പി അബൌട്ട് ദ പെർഫോമൻസ്. അതാണ് മെയിൻ പോയിന്റ്, ലൈക്ക് ടു ബി ഹാപ്പി അബൌട്ട് വാട്ട് വി പെർഫോം. മാർക്ക് അങ്ങനെ അത് ഒരു വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. അതെ, കോമ്പറ്റീഷൻ ശരിക്കും ഇറ്റ്സ് not much good for art. Yes, artile competition venda ennaanu parayunnu. When it comes to art oru expression of oneself, adana expression of oneself aanu, oralde expression aanu. Appam അതില് നല്ല പ്ലാറ്റ്ഫോം ആണ്. ഐ തിങ്ക് പണ്ട് കാലത്ത് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നില്ല. കട്ടുറുമ്പും ഇങ്ങനത്തെ ഒരു ഷോ വന്നതിന് ശേഷമാണ് കുഞ്ഞു പിള്ളേർക്ക് ഇത്രയും ജനകോടികളുടെ മുൻപിൽ ഇങ്ങനെ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ റിലാക്സ്ഡ് ആവുകയാണ് കാണുന്നത് നമ്മൾ. അപ്പൊ എന്തായാലും ഇന്നും ധാരാളം അടിപൊളി ഡബ് സ്മാഷുകളും പെർഫോമൻസുകളും ആയിട്ട് കുട്ടികൾ റെഡിയാണ്. സോ ഞങ്ങളും കാത്തിരിക്കുകയാണ്. സോ വൺസ് അഗൈൻ വെൽക്കം ടു ഈസ്റ്റേൺ കട്ടുറുമ്പ്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. ലക്ഷ്മി ഈസ് റെഡി, ഞാൻ റെഡിയാണ്. ലക്ഷ്മിയോട് ഞാൻ പറഞ്ഞു, നല്ല അടിപൊളി പെർഫോമൻസുകളാണ് ഇവിടെ നിരനിരയായി ഒരുക്കിയിരിക്കുന്നത്. ജയൻ എന്ന് പറയുന്ന ഒരു വലിയൊരു നടനുണ്ട് മലയാളത്തില്, ഇപ്പൊ ഇല്ല, പക്ഷെ ഇന്നും അദ്ദേഹത്തിന് എനാക്ട് ചെയ്യാൻ എന്താ പറയുക, ഏത് സ്റ്റേജിൽ പോയാലും ഒരാളെ മോണോ ആക്ടിലൂടെയോ എന്തെങ്കിലുമൊക്കെ അഭിനയിച്ച് കാണിക്കണമെങ്കിൽ ജയേട്ടന് എന്തായാലും കാണിച്ചിരിക്കും. സോ ഇന്ന് നമുക്കൊരു ഡബ് സ്മാഷ് ആണ് വരാൻ പോകുന്നത്. ശക്തി എന്ന സിനിമയിലെ എം.എൻ. നമ്പ്യാർ ആൻഡ് ജയേട്ടൻ ഇവരുടെ പെർഫോമൻസ് കണ്ടുകളയാം. ദിസ് ഇസ് ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ്, co-powered by Civics Kids Wear. നിങ്ങളോടൊരു കാര്യം പറയാൻ വേണ്ടി വന്നാണ്. എന്ത് കാര്യം? ഞങ്ങളുടെ മുതലാളി നിങ്ങളൊന്ന് കാണണമെന്ന് പറഞ്ഞു. നിങ്ങളാരാ? അതല്ല അവിടെ വന്നറിയാം. കാർ നിർണയിച്ചത്. ഇത്തവണത്തേക്ക് മാപ്പ് എനിക്ക് പരിചയമില്ലാത്ത വാക്കാണത് റോബർട്ട്.
കൊണ്ടുവയ്ക്കോ. ഇതാണ് ഞാൻ പറഞ്ഞ ആൾ. നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. കണ്ടിരിക്കാൻ വഴിയില്ല. ഫാക്ടറിയിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഖാദർ എന്നോട് പറഞ്ഞു. വീരന്മാരെ എനിക്ക് എപ്പോഴും ഇഷ്ടമാണ്. കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങളുടെ സ്നേഹത്തിനും അഭിനന്ദനത്തിനും വേണ്ടിയല്ല ഞാൻ അങ്ങനെ ചെയ്തത്. മര്യാദകൾ എവിടെ കണ്ടാലും ഞാൻ എതിർക്കും. വെരി ഗുഡ്. നിന്നെപ്പോലുള്ളവരുടെ സേവനമാണ് എനിക്ക് ആവശ്യം. മനസ്സിലായില്ല. ഇന്നലെ വരെ ഒരു നിസ്സാരമായ ശമ്പളത്തിന് ജോലി ചെയ്തിരുന്ന നിനക്ക് ഇന്നു മുതൽ ആവശ്യമുള്ള പണം ഞാൻ ശമ്പളമായി തരാൻ പോവുകയാണ്. ആവശ്യമുള്ള പണം? യെസ്. അതിനൊക്കെ ജോലി? സമൂഹം നിഷിദ്ധമെന്ന് കരുതുന്ന എല്ലാ ജോലികളും നാം ചെയ്യേണ്ടി വരും. ഓഹോ, കള്ളക്കടത്തായിരിക്കും. ആ, സാധാരണക്കാരുടെ ഭാഷയിൽ അതിന് കള്ളക്കടത്തെന്നും പറയും. പക്ഷേ പറയുന്ന ലാഘവത്തോടെ ചെയ്തു തീർക്കാവുന്ന തൊഴിലല്ലാതെ. ക്ഷമിക്കണം സാർ, എനിക്ക് മാന്യമായൊരു തൊഴിലുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ഞാൻ എന്റെ കുടുംബം പുലർത്തിക്കൊള്ളാം. നിങ്ങളുടെ ഭീമമായ ശമ്പളം പറ്റിയുള്ള കൊലച്ചോറ് എനിക്ക് ആവശ്യമില്ല. എന്നെ കൊല്ലാൻ ധൈര്യമുള്ളവർക്ക് എന്റെ മുന്നിൽ വന്ന് എതിർക്കാം. പിന്നിൽ നിന്ന് വന്ന് ശ്രമിക്കുന്നത് ആണത്വമല്ല. നിനക്ക് പോകാം. അവന്റെ മാന്യമായ ഒരു തൊഴിൽ. നക്ഷത്രങ്ങൾ പൂത്തു തുടങ്ങും. തീരാമോഹം മാതകമാമൻ പൂവൽ മെയ്യിൽ തഴുകിയിറങ്ങും. മിടിക്കും മനസ്സിൽ സുഖത്തിൻ തരംഗം. എനിക്കും നിനക്കും ലയത്തിൻ വസന്തം. Come on, baby. Dance with me. നക്ഷത്രങ്ങൾ പൂത്തു തുടങ്ങും. തീരാമോഹം മാതകമാം നിൻ പൂവൽ മെയ്യിൽ തഴുകിയിറങ്ങും. നക്ഷത്രങ്ങൾ പൂത്തു തുടങ്ങും. മിടിക്കും മനസ്സിൽ സുഖത്തിൻ തരംഗം. എനിക്കും നിനക്കും ലയത്തിൻ വസന്തം. സുഖലഹരിയിൽ അനുപദമന നിമിഷം. ഇതിൽ ഏറ്റവും കൂടുതൽ അഭിനയിച്ച ഒരാളാണ് ഇദ്ദേഹം. ഫ്രം ദ ബിഗിനിങ് ടിൽ ദി എൻഡ്. എങ്ങനെയാ നിന്നോണ്ടിരുന്നത്? നിനക്ക് എന്താണ് ഒരു ഡയലോഗ് പോലും ഇല്ലാത്തത്? നിന്റെ പേരെന്താന്ന് പറഞ്ഞേ? അദ്വൈത്. ആ ചേച്ചിരത്തിന് ഹലോ പറഞ്ഞേ. ഹലോ. ഹലോ. നിനക്ക് എന്താണ് ഡയലോഗ് തരാത്തെ? അറിയത്തില്ല. ചോദിച്ചു വാങ്ങിക്കണ്ടേ ഇതൊക്കെ? എന്തായാലും ഡയലോഗ് കിട്ടിയ കുറച്ച് പേര് ഇവിടെ ഉണ്ട്. ഇദ്ദേഹത്തിന് എന്താ കിട്ടിയത്? കടി കിട്ടിയില്ലേ? വേദന എടുത്തോ? നൊന്തോ? വേദന ഒന്നും എടുത്തില്ല. ഹൗ വാസ് ദെയർ പെർഫോമൻസ്? ഉഗ്രം പെർഫോമൻസ് ആയിരുന്നു. ജയൻ ആൻഡ് എം.എൻ. നമ്പ്യാർ. ഓഫ്, നല്ല ആറ്റിറ്റ്യൂഡ്. ഒരു റിയലി ലൈക്ക് ഒരു അഡൽട്ട് പോലെ, ഒരു ഹീറോ പോലെ ആയിരുന്നു ലൈക്ക് ഇയാള്. പിന്നെ ഭയങ്കര കോമഡി എക്സ്പ്രഷൻ നന്നായിട്ടുണ്ട് ഈ സംഭവം. അത് കോമഡി ഒന്നല്ല, വളരെ നന്നായിട്ടുണ്ട്. ലൈക്ക് ദിസ് എക്സ്പ്രഷൻ അതൊന്നും കൂടി കാണിച്ച എക്സ്പ്രഷൻ ഒന്നും കൂടി ലാസ്റ്റ് നിക്കുന്ന രീതിയും കൂടെ കറക്റ്റ് ആയിട്ട് നിക്കൂ.
അത് സൂപ്പർ. എന്തായാലും ലക്ഷ്മിക്ക് ഈ പെർഫോമൻസ് ഭയങ്കര ഇഷ്ടായില്ലേ? ഭയങ്കര ഇഷ്ടമായി. താങ്ക് യു. ശരിക്കും ഇന്നലത്തെ എപ്പിസോഡിൽ ലക്ഷ്മി നന്നായ ഒരു പെർഫോമൻസ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു. ഐ തിങ്ക് ഇനി ഞങ്ങൾക്ക് ഒരു ഡെഡിക്കേഷൻ തരാനുള്ള സമയമാണ്. സോ നമ്മുടെ കട്ട്റൂമിലെ കുട്ടികൾ 2 പേര് ഒരു ബ്യൂട്ടിഫുൾ ഡാൻസ് പെർഫോമൻസ് ഫോർ ലക്ഷ്മി. ആൻഡ് ദിസ് ഇസ് ഈസ്റ്റേൺ കട്ട്റൂമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ് co-powered by Sumix Kids Wear. ஏன் இப்படி முகமெல்லாம் வேர்த்து கொட்டுறது? எனக்கு தெரியல. அச்சச்சோ, ஏன் இப்படி கையெல்லாம் படபடன்னு நடுங்கிறது? எனக்கு தெரியல. உட்காருங்க. Kick out your shoes, relax, enjoy the show. പാലക്കാട്ട് പക്കത്തിലെ ഒരു അപ്പാവി രാജാ അവർ പഴക്കത്തിനെ കുഴന്തയെ പോലൊരു അമ്മാഞ്ചി രാജാ பாலக்காட்டு ராஜாவுக்கு ஒரு அப்பாவி ராணி அவ சேல கட்ட பார்த்தா போதும் அம்மாமி பாணி யாரம்மா அது யாரம்மா யாரம்மா அது யாரம்மா പൂക്കളിലെ വണ്ടുറങ്ങും പൊയ്കை കണ്ടാരാം ദേവി പൂജയിലെ ഈശ്വരനിൻ പള്ളിயை കണ്ടാരാം മരക്കിளைയിൽ അണിലിരണ്ട് ആടിട കണ്ടാരാം രാജാ മനതുക്കുള്ളே പുതിയതൊരു അനുഭവം കൊണ്ടാരാം பரமசிவன் சக்தியை ஓர் பாதியில் வைத்தார் அந்த பரமகுரு 2 பக்கம் தேவியை வைத்தார் பாக்கடலில் மாதவனோ பக்கத்தில் வைத்தார் ராஜா பத்மநாபன் ராணியை தன் நெஞ்சினில் வைத்தார் பாலக்காட்டு பக்கத்திலே ஒரு அப்பாவி ராஜா அவர் பழக்கத்திலே குழந்தையை போல ஒரு அம்மாண்டி ராஜா யாரம்மா அது யாரம்மா யாரம்மா அது யாரம்மா ദേവപ്രിയ ആൻഡ് കെവിൻ ഇവരുടെ അടിപൊളി പെർഫോമൻസ് ഞങ്ങൾ കണ്ടു. ഇനി പെർഫോമൻസിന്റെ ജഡ്ജ്മെന്റ് ഒക്കെ കേൾക്കുന്നതിന് മുൻപ് വി വാണ്ട് ലക്ഷ്മി ടു റീപ്ലേസ് ദേവപ്രിയ. കുഴപ്പമില്ലല്ലോ? നമ്മുടെ അപ്പാവി രാജനെ നമുക്ക് ലക്ഷ്മി ചേച്ചി കൊടുത്താലോ? ആ കണ്ണാടി വെച്ച് കൊടുത്തിട്ട് ഇങ്ങോട്ടേക്ക് അനുഗ്രഹിച്ച് പറഞ്ഞു വിട്ടോളൂ. കമോൺ. ஏன் இப்படி முகமெல்லாம் வேர்த்து கொட்டுறது? எனக்கு தெரியல. அச்சச்சோ, ஏன் இப்படி கையெல்லாம் படபடன்னு நடுங்கிறது? எனக்கு தெரியல. உட்காருங்க. Kick out your shoes, relax, enjoy the show. പാലക്കാട്ട് പക്കത്തിലെ ഒരു അപ്പാവി രാജാ അവർ പഴക്കത്തിനെ കുഴന്തയെ പോലൊരു അമ്മാഞ്ചി രാജാ
அவ சேல கட்ட பார்த்தா போதும் அம்மாமி பாணி யாரம்மா அது யாரம்மா யாரம்மா அது யாரம்மா அனுபவம் கொண்டாராம் பரமசிவன் சக்தியை மோர் பாதியில் வைத்தார் அந்த பரமகுரு 2 பக்கம் தேவியை வைத்தார் பாக்கடலில் மாதவனோ பக்கத்தில் வைத்தார் ராஜா பத்மநாபன் ராணியை தன் நெஞ்சினில் வைத்தார் பாலக்காட்டு பக்கத்திலே ஒரு அப்பாவி ராஜா அவர் பழக்கத்திலே குழந்தை போல் ஒரு அம்மாண்டி ராஜா സൂപ്പർ പെർഫോമൻസ് ബൈ ലക്ഷ്മി അടിപൊളിയായിട്ട് ചെയ്തു അല്ലേ എങ്ങനെ ഇത് എങ്ങനെ ഈ പാട്ടിന്റെ അതേ നേരത്തെ അവർ കളിച്ച അതേ സ്റ്റൈലിലാണ് ലക്ഷ്മി ചെയ്തത് ലക്ഷ്മി ഹൗ വാസ് ദി എക്സ്പീരിയൻസ് അല്ല കുത്തിയുടെ പെർഫോമൻസ് നന്നായിട്ടുണ്ട് അത് ഇതിൽ ആരാണ് ഏറ്റവും നല്ല പേരായിട്ട് തോന്നിയത് ഇതിൽ ആരാ കൂടുതൽ ബെറ്റർ ആയിട്ട് ചെയ്തത് രണ്ടുപേരും നന്നായിട്ട് ചെയ്തു പാവ അപ്പാവി രാജൻ എന്തായാലും അടിപൊളി പെർഫോമൻസ് ആയിരുന്നു നല്ലൊരു കൈഡി ഫോർ ഓൾ ഓഫ് യു ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ് കോ പവേർഡ് ബൈ സുമിക്സ് കിഡ്സ് വെയറിലെ ഇനി ഒരു പുതിയ കട്ടുറുമ്പിനെ നമ്മൾ അടുത്തറിയാൻ പോവുകയാണ് ചാറ്റ് സെക്ഷനിലൂടെ സോ ലക്ഷ്മി ആർ യു റെഡി റെഡി സോ ഈ കൊച്ചിന്റെ പേര് തന്നെ ഭയങ്കര ഒരു ക്യൂട്ട് പേരാണ് കൺമണി എന്നുള്ളൊരു പേര് ഞാൻ ചോദിച്ചത് റിയൽ പേരാണോ യെസ് കൺമണി ഉപാസനനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കൺമണി ഹായ് കൺമണി ഹൗ ആർ യു I'm fine. ഇരിക്കൂ ഷോ കൺമണിയുടെ ഡ്രസ് എങ്ങനെയുണ്ട് ലക്ഷ്മി സൂപ്പർ ദാറ്റ് ഈസ് ലക്ഷ്മി നല്ല രസമാണ് കൺമണിയൊക്കെ അറിയാം ഓർമ്മ ഉണ്ടോ കൺമണി കൺമണിക്ക് ഓർമ്മയുണ്ടോ നേരത്തെ കണ്ടിട്ടുണ്ട് All a people. ആ അതെ അതെ OLPP യില്? ഒരുമിച്ച് അതെ അഭിനയിച്ചിട്ടുണ്ട് ഒരുമിച്ച് നിങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് സോ നിങ്ങൾ സിനിമയിൽ എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് The 7. 7 സിനിമകളിലോ ഷീസ് ആക്ടഡ് ഹൗ മെനി മൂവീസ് ഹാവ് യു ആക്ടഡ് ഇൻ ഓൾസോ 7 7 നിങ്ങൾ എന്തോ ഒരു കണക്ഷൻ ഉണ്ട് തുടക്കം മുതൽ ഒരുമിച്ച് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഏതൊക്കെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് Second, sir. Okay. പിന്നെ ഒന്നലകമായ യുദ്ധം ബെൻ All a people, Honeybee second. ഓക്കെ പിന്നെ പക്ഷികളുടെ മണം ഇനി ഏതാ റിലീസ് ചെയ്യാൻ പോകുന്ന മൂവി ഏതാണ് ഇപ്പൊ പക്ഷികളുടെ മണം ഓക്കെ അപ്പം ഈ ഡ്രസ്സ് ഭയങ്കര എനിക്ക് ഇഷ്ടമായി thank ഇതാരും എങ്ങനെ ഡിസൈൻ ചെയ്തത് അമ്മയും അമ്മേൻ്റെ ഫ്രണ്ടും കൂടെ രണ്ടുപേരും അപ്പം ഫ്രണ്ട് പാവാടയും അമ്മ ടോപ്പും ആണോ അതോ എങ്ങനെ മോൾക്ക് വേണ്ടി മാത്രം ആൻഡ് ഐ മീൻ വാട്ട് ഈസ് യുവർ നെയിം മഞ്ജു ആൻഡ് അച്ഛൻ അനൂപ് ഉപാസന അനൂപ് ഓക്കെ അപ്പൊ രണ്ടുപേരും ഇന്നിവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ ഇവിടെ ആൻഡ് ലക്ഷ്മി ഡു യു വാണ്ട് ആസ്ക് സംതിങ് കൺമണിയുടെ ഏറ്റവും വലിയ ഡ്രീം എന്താണ് ഫിലിം ആക്ടർ അങ്ങനെ ഫിലിം ആക്ടർ എന്നൊരു ലൈറ്റ് ആയിട്ട് ഒരു ഫിലിം ആക്ടർ ആയാൽ മതി കൺമണി ഓൾറെഡി ഒരു ആക്ട്രസ് അല്ലേ ആക്ട്രസ് ആണല്ലോ അപ്പൊ ആ, ഇനി ആണ്. ആയിക്കോളും അപ്പോ ഡോക്ടർ ഡോക്ടർ ആവണം ഓഹോ ഓക്കെ സോ ഷീസ് ഗോണ ബി എ ഡോക്ടർ ആൻഡ് എൻ ആക്ടർ ആ. അപ്പൊ ഇതിന്റെ ഇടയിൽ പഠിക്കണം അപ്പൊ ആക്ടിങ്ങും പഠിത്തവും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകും മാമിനോട് പറയും എന്നിട്ട് ഞങ്ങൾ പോകും ആണോ അപ്പൊ എക്സാം മാം ഏതോ അല്ല എക്സാമിന് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് നിന്ന് ഞാൻ പഠിച്ചിട്ട് വരും ആണല്ലേ അപ്പൊ ഇപ്പൊ ഏത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് 3rd. തേർഡ് സ്റ്റാൻഡേർഡിലായപ്പം യുനോ സെക്കൻഡ് സ്റ്റാൻഡേർഡ് ആണോ ഈസി തേർഡ് സ്റ്റാൻഡേർഡ് ആണോ ഈസി സെക്കൻഡ് ആണോ ഈസി ഫസ്റ്റ് ആണോ ഈസി ഫസ്റ്റ് ആയിരുന്നു UKG ആയിരുന്നോ ഈസി ഫസ്റ്റ് ഏത് സ്കൂളിലാണ് പഠിക്കണേ ചാമ്പ്യൻ എവിടെ കൊച്ചി എടപ്പള്ളി
എടപ്പള്ളി. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് തന്നെയാണ്. വീട് എവിടെയുള്ളത്? തമ്മനം. തമ്മനം. സോ ഹൂസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട് സ്കൂളിൽ, ക്ലാസ്? നിയ. നിയ ഇങ്ങനെ കൺമണിയുടെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടോ? എല്ലാ സിനിമയും അവര് സ്കൂളിൽ പോണല്ലോ, അപ്പൊ ചില സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ കണ്ടു കഴിഞ്ഞിട്ട് ഈ ഫ്രണ്ട്സും ടീച്ചേഴ്സൊക്കെ വന്നിട്ട് കൺമണി അടുത്ത് പറയും ഞങ്ങൾ ഈ സിനിമ കണ്ടിരുന്നു, നന്നായിട്ട് പെർഫോം ചെയ്തു എന്നൊക്കെ, അങ്ങനെ പറഞ്ഞ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പറഞ്ഞിട്ടുണ്ട്. ഏത് സിനിമയുടെ കാര്യമാണ്? സെക്കൻഡ്സ്. പിന്നെ ടിവിയില് ഞാൻ വരാറ്, കൊച്ചു ടിവിയില്. അപ്പൊ അതിനകത്തും എല്ലാരും കാണാറുണ്ട്. കണ്ടിട്ട് എല്ലാരും പറയും. ഈ ഓട്ടോഗ്രാഫ് ഒക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നോ? ആണ്. അപ്പൊ കൺമണി വെറും ഒരു ഡാൻസ്, ഐ മീൻ ആക്ടർ മാത്രമല്ല, ഷീസ് എ സിംഗർ ഓൾസോ. അപ്പം യൂട്യൂബില് ഈ ഇടയ്ക്ക് കണ്ടതില് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ വീഡിയോ എന്തായിരുന്നു? കട്ടുറുമ്പ് കാണാറുണ്ട്. കട്ടുറുമ്പ് യൂട്യൂബിലാണോ കാണാറ്? ആണോ? അപ്പൊ ഈ കട്ടുറുമ്പിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണ്? ഡബ് സ്മാഷ് ആണോ അതോ വാട്ട് യു ലൈക്ക് ദ മോസ്റ്റ്? ആക്ടിങ്. ഇവിടുത്തെ പയ്യന്മാരാണോ ഗേൾസിൽ ആരുടെ പെർഫോമൻസ് ആണ് ഏറ്റവും ഇഷ്ടം? ഞങ്ങളുടെ ലാലേട്ടനെയൊക്കെ ഇഷ്ടമാണോ? സോ ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഷി ഹാസ് സ്റ്റാർട്ടഡ് പെർഫോമിങ് സോ മച്ച്. പുറത്ത് സ്റ്റേജിലൊക്കെ പോയി പെർഫോം ചെയ്യുന്നു. സോ ഹൗ ഡിഡ് യു നോ ഈ ടാലന്റ് കൺമണിയിലുണ്ടെന്ന് എങ്ങനെ മനസ്സിലായി? കൺമണി എനിക്ക് ചെറുപ്പം മുതൽ ഒരു ഷോയ്ക്ക് ഫസ്റ്റ് ടൈം വിട്ട് കഴിഞ്ഞപ്പോൾ ഇവള് നന്നായി പെർഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ വാക്കിലും ഒക്കെ ഒരു കുറച്ച് ബെറ്ററായിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ അതിനൊന്ന് പ്രൊമോട്ട് ചെയ്ത് കൊടുത്തു. ഞാൻ ഫാഷൻ ഫോട്ടോഗ്രാഫി ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഫോട്ടോ മോഡൽസിൻ്റെയും ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് കാണുമ്പോൾ കുറച്ചും കൂടി ഇഷ്ടം. അപ്പൊ പിന്നെ ഞാൻ അമ്മേനോട് പറഞ്ഞു, അമ്മ കൊണ്ട്. അമ്മ ഇതുവരെ എത്ര ഡ്രസ്സുകൾ ചെയ്ത് തന്നിട്ടുണ്ട് കൺമണിക്ക്? എല്ലാ ഷോയിലും അങ്ങനെ ചെയ്ത് തന്നിട്ടുണ്ട്. അന്ന് നമ്മൾ മീറ്റ് ചെയ്ത ഓർമ്മയുണ്ടോ? ഒരു ഫാഷൻ ഷോയുടെ സമയത്ത് അന്ന് ഭയങ്കര ഡ്രസ്സൊക്കെ ഇട്ടിരുന്നു. സോ ഐ തിങ്ക് കൺമണി യു ഹാവ് എ ബ്യൂട്ടിഫുൾ ഫേസ് ആൻഡ് യു ആർ വെരി വെരി ചാമിങ്. സോ ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ നല്ലൊരു വലിയൊരു ആക്ട്രസ് ആവട്ടെ, ഒരു നല്ലൊരു മോഡൽ ആവട്ടെ, ഒരു ഡോക്ടർ ആവണമെന്ന് പറഞ്ഞു അതാവട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. റാമ്പ് വാക്ക് ഒക്കെ ചെയ്യോ? എനിക്കൊന്ന് കാണിച്ചു തരാമോ? എവിടെയൊക്കെ പോയിട്ടാ പെർഫോമൻസ് ചെയ്തിട്ടുള്ളത്? ജോർജിയ, പിന്നെ കോഴിക്കോട്, കാലിക്കറ്റ്, പിന്നെ കോഴിക്കോടും കാലിക്കറ്റും ഒന്നല്ലേ? അതെ, രണ്ടും ഒന്നാടാ, കുഴപ്പമില്ല. പിന്നെ കേഫിൽ. ഏതാണ്? കേഫിലിന്റെ അവിടെയൊക്കെ പോയിട്ട് റാമ്പ് വാക്ക് ചെയ്താ? ആണോ? അപ്പൊ ഈ അമ്മ ഡിസൈൻ ചെയ്യുന്ന ഡ്രസ്സ് ഇട്ടിട്ട് ഭയങ്കര എന്താ റാമ്പ് വാക്ക് ആണ്. സോ വലുതാകുമ്പോ ഒരു മോഡൽ ആവാനും താല്പര്യം ഉണ്ടോ? റാമ്പ് വാക്ക് മോഡൽ ആണോ? സോ നമുക്കൊരു നല്ലൊരു റാമ്പ് വാക്ക് ഒന്ന് കാണിച്ചു തരോ? ഹലോ രാജു, ഇതെന്റെ ഫ്രണ്ട് മേഴ്സി. നൈസ് ടു മീറ്റ് യു. ഹായ്. ആളിനെ പോലെ തന്നെ പേരും മനോഹരമാണ്. എക്സ്ക്യൂസ് മീ, ഇവിടുത്തെ മാനേജിംഗ് ഡയറക്ടർ എന്റെ ഒരു ഫ്രണ്ടാണ്. ഞാൻ പുള്ളി ഒന്ന് മീറ്റ് ചെയ്തിട്ട് വരാം. Sure. Okay? എങ്ങനെയുണ്ട് പാർട്ടി? ഞാൻ പ്രതീക്ഷിച്ച ടൈപ്പൊന്നുമല്ല. ആള് നല്ല സ്മാർട്ടാ. ആ, അതാ ഞാൻ പറഞ്ഞത്. ഇന്ന് ഇവിടുത്തെ സിറ്റുവേഷൻ പുള്ളിക്കാരൻ എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് എനിക്കൊന്ന് അറിയണം. എന്നിട്ട് കറക്റ്റ് അഭിപ്രായം ഞാൻ പറയാം. ബോറടിച്ചോ കുട്ടിക്ക്? ഏയ് ഇല്ല. എന്താ കഴിക്കേണ്ടത്? പ്ലീസ് കം. രാജു കഴിക്കുന്ന തന്നെ മതി. അയ്യോ, വെരി സോറി. ഞാനിപ്പോ മാനേജിംഗ് ഡയറക്ടർ റൂമിൽ നിന്ന് നിറച്ച് ഐറ്റംസ് കഴിച്ചതേ ഉള്ളൂ. ഇത്രയും പെട്ടെന്നോ? അവൻ ഒത്തിരി നിർബന്ധിച്ചു. കഴിച്ചില്ലെങ്കിൽ പിണങ്ങും. അത് സാരമില്ല, നിങ്ങൾ ഓർഡർ ചെയ്തോളൂ. ഈ മെനു കാർഡൊന്നും വേണ്ട. ഇവരൊക്കെ ഫാഷനബിൾ ഗേൾസാ, ഡയറ്റിംഗ് ആയിരിക്കും. വല്ല ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും ജ്യൂസോ, ലൈം ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ് അങ്ങനെ എന്തെങ്കിലും? അയ്യോ, അതിനൊന്ന് ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്.
Sliced chicken with vegetable and mushroom soup 2. Roasted chicken with pineapple and vegetables 2 plates. Sliced beef stick with green chili and mixed vegetables 2 plates. Fried sweet and sour prawns and vegetables 2 plates. Boneless chili chicken 2 plates. അല്ലെങ്കിൽ വേണ്ട 10 പ്ലേറ്റ് എടുത്തോളൂ. ഓക്കെ. എനിക്കൊരു ലൈം ജ്യൂസ്. ശരി സാർ. മത്സി എന്തിനാ 10 പ്ലേറ്റ്? ആ എന്റെ പപ്പയ്ക്ക് വലിയ ഇഷ്ടമാ. അതിൽ 8 പ്ലേറ്റ് പാക്ക് ചെയ്തെടുത്തോളൂ. യെസ് മാഡം. എങ്ങനെ ഉണ്ടായിരുന്നു? ഐറ്റംസ് ഒക്കെ നന്നായിട്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നു? നന്നായിരുന്നു. 1 സെക്കൻഡ്, ഞാൻ ടോയ്ലറ്റ് വരെ പോയിട്ട് ഇപ്പൊ വരാം. എക്സ്ക്യൂസ് മീ. മാഡം ബിൽ അവിടെ വെച്ചേക്കും, ആളിപ്പോ വരും. ഞാൻ ബില്ലൊന്ന് നോക്കട്ടെ. 1268 രൂപ 95 പൈസ. കൊള്ളാം, പേ ചെയ്യട്ടെ. അയ്യോ പാവം, പാവം. ശ്യാമേ, സമയായി, പപ്പ അന്വേഷിക്കുന്നുണ്ടാവും. ബിൽ ഇത്രേ ഉള്ളൂ. ഇവിടുത്തെ ഐറ്റംസ് ഒക്കെ വളരെ ചീപ്പാണല്ലോ. ഇത് പപ്പയ്ക്ക്. കൺവേ മൈ റിഗാർഡ്സ്. ഓ ഷുവർ. ബൈ ദ ബൈ, എന്റെ ഒരു ഫ്രണ്ട് എന്നെ കാണാൻ ഇവിടെ വരും. അതുകൊണ്ട് നിങ്ങൾ പൊക്കോളൂ. പുള്ളിക്കാരൻ എനിക്കൊരു ട്രീറ്റ് കൊടുക്കാനുണ്ട്. നിങ്ങൾ ഇവിടെ ഇരുന്നാൽ എനിക്കൊരു ബുദ്ധിമുട്ടാകും. പൊക്കോളൂ പ്ലീസ്. മറ്റേ ഇത് 500 ഉള്ളൂ എന്ന് പറഞ്ഞാൽ ചിക്കനും മട്ടനൊക്കെ ഇത്രയും വില കൂട്ടാൻ ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. കാശ് എടുക്കണോ? നമ്പർ ഇറക്കാതെ. അതെ, എന്റെ വേറെ കാശില്ല. ഇത്രേ ഉള്ളൂ. അപമാനിക്കരുത്. എന്നാ ഒരു കാര്യം ചെയ്യും, മാനേജറെ കണ്ട് കാര്യം പറ. അങ്ങനെ ഒരു സാധുവാ, എന്തെങ്കിലും പോംവഴി ഉണ്ടാക്കി തരും. എന്നാ സാറ് ഇവിടെ ഒന്ന് വന്നാട്ടെ. ഞാനും വരാം. വളരെ ഉപകാരം. ഇത് നിന്റെ സ്ഥിര ഏർപ്പാടാണ്. നിന്നോടല്ലടാ കോപ്പെ പറഞ്ഞു വിട്ടത്. ആ രൂപ അതേവിടെ തിരിച്ചു കൊണ്ടുവരണമെന്ന്. ആ വാസുവിന്റെ സ്റ്റേഷനറി കടയിൽ നിന്ന് നാളെ രാവിലെ തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് മേടിച്ച രൂപയാ. നിനക്ക് അതൊക്കെ പറയാം. എന്റെ ശരീരം മാസകലം കലങ്ങിയിരിക്കുക. എനിക്കതൊന്നും അറിയണ്ട. നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് ആരെ കൊന്നിട്ടാലും ശരി എനിക്ക് എന്റെ രൂപ കിട്ടണം. നേരെ ഒത്തിരി ഇരട്ടിയില്ലേ? ഇനിയിപ്പൊ ഞാൻ ആരെ പോയി കൊല്ലാനാ? നീ ആരെയും കൊല്ലണ്ട, നിന്നെ ഞാൻ കൊല്ലും. കിളിക്കല്ലേ? അയ്യോ അയ്യോ, ദേ ഈ സൂട്ട് ഞാൻ ആ ഡ്രൈ ക്ലീനിങ് ഷോപ്പിൽ നിന്ന് വാടകയ്ക്ക് എടുത്താണ്. ഹോട്ടലിൽ ചെന്ന് ഉള്ളത് മുഴുവൻ വലിച്ചു വാരി വെട്ടിക്കറ്റിയ സൂട്ട് അഴുക്കാക്കി. ഇനി ഞാനിത് എങ്ങനെ അവിടെ തിരിച്ചുകൊണ്ടേ കൊടുക്കും? ഞാൻ വേണമെങ്കിൽ ഇത് വാഷ് ചെയ്തിടാം. ഇത് വാഷ് ചെയ്താൽ പിന്നെ ഒരിക്കലും ഉണങ്ങൂലെന്ന്. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. ആ അതൊക്കെ പോട്ടെ, നീ കാശിന്റെ കാര്യം പറ. ഞാൻ നോക്കിയിട്ട് ഒരു വഴിയെ കാണുന്നു. എന്ത് വഴി? നീ ആ കാശ് പോട്ടേന്ന് വയ്ക്കുക. Hey, welcome to the party. Hey, come on, sweetie. Hey, kulla enjoyment, they man and duty. Hey, ripo mapocado. Hey, pote malirado. Hey, kalam teliane lokam chudam colorful chikati dati. Welcome to the party. Hey, come on, sweetie. Hey, kulla enjoyment, man and duty. Hey, repo mapocado. Hey, pote malirado. Hey, kalam teliani lokam chudam kalo. Tikati dati. So Lakshmi, are you enjoying the show? Yes. You are. So let's invite Eastern Katrumba. ഇത് കുരുത്തക്കേട് അൺലിമിറ്റഡ് co-powered by Sumix Kidswear ഇനി വരാൻ പോകുന്നു.
എവിടെയായിരുന്നു ഇത്രയും നാള്? വീട്ടില്. വീട്ടിലാ? അതെന്താ വീട്ടിലിരുന്നോണ്ടിരുന്നത്? സ്കൂളിൽ പോയില്ലേ ഇതിന്റെ ഇടയില്? പോയി. ഫസ്റ്റ് കട്ട് റൂമിൽ വന്ന ഓർമ്മയുണ്ടോ? പുലിമുരുകന്റെ എപ്പിസോഡിൽ കരങ്ങിയത് ഓർമ്മയുണ്ടോ? എന്തിനാ കരങ്ങിയത് അഭിജ്ഞ? പേടിച്ചോയാ? ഏത് സ്കൂളിലാ അഭിജ്ഞ പഠിക്കുന്നത്? ലക്ഷ്മി വെങ്കടേശ. ഏത് സ്കൂളിലാ? ശ്രീ ലക്ഷ്മി വെങ്കടേശ വിദ്യാ കാസർഗോഡ്. എന്റെ അമ്മോ, ഇത് കാസർഗോഡിലാണോ? ആണോ? അപ്പൊ അഭിജ്ഞയുടെ ഒരു മാലാക ഉടുപ്പൊക്കെ ഇട്ടിട്ട് അഭിജ്ഞ സുന്ദരിയായിട്ടാ വന്നിരിക്കണേ. എന്താ ഇത്രയും ദിവസം കട്ട് റൂമിൽ വരാത്ത? ഞങ്ങളൊക്കെ മിസ് ചെയ്തു. മമ്മി പോണ്ടെന്ന് പറഞ്ഞോ? ആണോ? അമ്മ പോണ്ടെന്ന് പറഞ്ഞോ? ഇല്ല. പിന്നെ അച്ഛൻ പോണ്ടെന്ന് പറഞ്ഞോ? ടീച്ചർ പറഞ്ഞോ? പിന്നെന്താ വരാത്തെ? നമുക്ക് അമ്മയുടെ അടുത്ത് ചോദിക്കാം അല്ലേ? അമ്മേ ഹായ്, അമ്മയുടെ പേരെന്താണ്? തേജ. തേജ. അത് എന്താണ് ഇത്രയും നാൾ അഭിജ്ഞാൻ ഇവിടെ വിടാത്തത്? ഞങ്ങളൊക്കെ അഭിജ്ഞാനെ അന്വേഷിച്ചിരിക്കുകയായിരുന്നു. ചാറ്റ് ഷോന് വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ വന്നു ഇന്ന്. അതെ. സോ എന്തായാലും അഭിജ്ഞാന്റെ അടുത്ത് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അഭിജ്ഞ, നമ്മുടെ ഒരു ഗസ്റ്റ് ഉണ്ട്, ലക്ഷ്മി. ആ ചേച്ചിയുടെ തന്നെ ഹലോ പറഞ്ഞ്. ഹലോ. ആ ചേച്ചിനെ കണ്ടിട്ടുണ്ടോ? ഈ ചേച്ചിയെ കണ്ടിട്ടേ ഞാൻ. ഇത് ഏത് ഭാഷയാണെന്നാണ് ഞാൻ ഒന്നും കൂടി പറ. ലാസ്റ്റ് അറ്റംപ്റ്റ് ഒച്ചത്തി പറഞ്ഞോളൂ. 1 2 3. ഞാൻ ഈ ചേച്ചിയെ കണ്ടിട്ടാ. ഈ ചേച്ചിനെ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കാണുന്നത്. ഓക്കെ, സ്കൂളിൽ പോണെന്ന് പറഞ്ഞു. ഏത് സ്റ്റാൻഡേർഡിലാ പഠിക്കണേ? സെക്കൻഡ് രണ്ടില്. സെക്കൻഡ് രണ്ടില്. ഈ ഒരു മിനിറ്റ്, ഈ പല്ല് എവിടെ പോയി? പൊട്ടി. പല്ല് പോയാ? അന്ന് ഉണ്ടായിരുന്നല്ലോ പല്ല്. അതിപ്പോ പൊട്ടി. എത്ര ദിവസമായി പൊട്ടിയിട്ട്? അല്ല, ഇനി പല്ല് വരുമോ? വേറെ പല്ല് വരുമോ? ഉറപ്പാണോ? എവിടെ നോക്കട്ടെ. ഇനിയും എല്ലാം പോണെന്ന് എനിക്ക് തോന്നുന്നു. മറ്റേതൊക്കെ പോയി വന്നാണോ? അല്ലല്ല, പള്ളി പോയതാ. ആണോ? അപ്പൊ ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കാം. യു ആർ എ വെരി ഗുഡ് ഡാൻസർ. അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്യുന്ന എനിക്കറിയാം. ഞങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഡാൻസ് വേണം. അതായത് ഇവിടെ പലതരം ഡാൻസ് പെർഫോമൻസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ലക്ഷ്മി, ഷീസ് എൻ അമേസിംഗ് ഡാൻസർ. അപ്പം ഞങ്ങൾക്ക് വേണ്ടി ഒരു നല്ലൊരു ഡാൻസ് പെർഫോമൻസ് യു ഹാവ് ടു ഡു, അഭിജ്ഞ. ഓക്കെ, സോ ഏത് പാട്ടാ വേണ്ടത്? ആലുമ ഡോലുമ. ആലുമ ഡോലുമ. అరికల్ గరికల్ కొత్త ఊట కలగలే పల్చిన బల బలకద మిటా మెల లోకలే డముగనా డముగనా డోలా డముగనా డుమగలి ఎట్టి పోనా ఎనగినా అడిగినా మురుగినా తోటయ తయారుగినా ఇరుకినా సరుకినా ఒకే అందా ఉలిగినా అలుమా డోలుమా. സൂപ്പർ. ലക്ഷ്മി ഡസ് ഭരതനാട്യം. ഇത് വേറൊരു ടൈപ്പ് ഡാൻസ് ഇപ്പൊ പുതിയതായിട്ട് ചെയ്യുന്നുണ്ട്, യോഗ ഡാൻസ്. ലക്ഷ്മി കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ശരി, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നന്നായിട്ട് കാണണം. സോ യോഗ ഡാൻസ് ചെയ്തോളൂ, ഞങ്ങൾ അവിടെ ഇരിക്കാം. ഓക്കെ, സീ യു, ബൈ. കുണ്ടലിനീയാരോഹണം കുണ്ടലിനീയാരോഹണം കുണ്ടലിനീയാരോഹണം
अनाहत विशुद्धि ഡാൻസ്, യോഗ ഡാൻസ് പൊളിച്ചു, സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. ഇരിക്കൂ. ശരിക്കും ഈ യോഗ ഡാൻസ് എന്ന് വെച്ചാൽ എവിടെ നിന്നാണ്, ആരാണ് ഇത് പഠിപ്പിച്ചത്? അമ്മയാണോ? അമ്മ യോഗ ചെയ്യോ രാവിലെ എഴുന്നേറ്റിട്ട്? അമ്മ ഭയങ്കര യോഗ എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ആളാണ് അല്ലേ? അച്ഛന്റെ പേരെന്തായിരുന്നു? ഞാൻ ചോദിക്കാൻ പറ്റുമോ? ഹരീഷ. അച്ഛൻ യോഗയൊക്കെ ചെയ്യോ? ഇല്ല. അമ്മ ചെയ്യിപ്പിക്കില്ല? അച്ഛൻ എന്താണ് എക്സസൈസ് ചെയ്യാറ്? ഇതാണോ ഏറ്റവും വലിയ എക്സസൈസ് അച്ഛന്റെ? ആണോ? ആണോ? അച്ഛൻ ഫുഡ് കഴിക്കുന്നത് പിന്നെ എക്സസൈസ് ചെയ്യുന്നില്ല ആണോ അമ്മേ? എക്സസൈസ് ഒന്നും ചെയ്യലില്ല. അച്ഛൻ എന്താ ചെയ്യുന്നത്? ഹോട്ടലാണ് അച്ഛൻ. അതാണ് ഭക്ഷണം കഴിക്കുന്നത്. ആ ഹോട്ടലിൽ പോയിട്ട് അഭിജ്ഞ ഭക്ഷണം കഴിക്കാറുണ്ടോ? ഇല്ലേ? ആ ഹോട്ടലിൽ എന്താണ് ഏറ്റവും അടിപൊളി ഡിഷ്? കറി, ചോറ്. എനിക്ക് വിശക്കുന്നത്. നല്ല ചോറും കുറച്ച് സാമ്പാർ ചൂടായിട്ട്. എന്താണ് ഇഷ്ടമുള്ള കറി? എന്താണ്? എന്ത്? വെണ്ടയ്ക്ക കറി. വെണ്ടയ്ക്ക കറി, ചോറ്, സാമ്പാർ. ഈ കേരളത്തിലെ ഫുഡ് ഇഷ്ടപ്പെട്ടിട്ട് ഇവിടെ ജീവിക്കുന്ന ഒരാളാണ് നമ്മുടെ പാരിസ് ലക്ഷ്മി. അപ്പൊ ലക്ഷ്മി, പ്ലീസ് കം ടു ദ സ്റ്റേജ്. ഇവിടെ കുറച്ച് ചോറ് വിളമ്പിയിട്ടുണ്ട്, വരും. അഭിജ്ഞയുടെ അമ്മേനെയും കൂടെ ഞാൻ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. അഭിജ്ഞ നമുക്ക് ഈസ്റ്റേൺ കട്ട് റൂമിന്റെ ഈ വേദിയിൽ ഒരു പുതിയ ആളല്ലാത്തത് കൊണ്ടും പിന്നെ ഞങ്ങളുടെ ഈ ചാറ്റിൽ വന്നിട്ട് 2 അടിപൊളി ഡാൻസ് പെർഫോമൻസ് ചെയ്തത് കൊണ്ടും ഞങ്ങൾ അഭിജ്ഞയ്ക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പോവുകയാണ്. ഈസ്റ്റേൺ ജാക്ക് ഫ്രൂട്ട് 365 നൽകുന്ന ഒരു അടിപൊളി സൈക്കിളാണ് അഭിജ്ഞയ്ക്ക് വരാൻ പോകുന്നത്. ഓടിച്ചോ ഓടിച്ചോ ഓടിച്ചോ. കുറിച്ചുള്ള വാർത്തകൾ ഇവിടെ എല്ലാവർക്കും അറിയായിരിക്കും എന്തൊക്കെ വന്നിട്ടുണ്ടെന്ന്. ആ പോയ സാധനം പാടാണ് കേട്ടാ. ഈ നിൽക്കുന്ന സാധനം ഞാൻ ഡീസന്റ്. ഇത്രേ ഉള്ളൂ. ഈസി അല്ലേ? തീരം തേടുമോളം പ്രേമഗീതങ്ങൾ തന്നു, ഈണം ചേർത്തു ഞാനിന്നു നിൻ കാതിൽ പറഞ്ഞു.